ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോടെ വിവരങ്ങൾ നൽകാൻ രാകേഷ് ഉണ്ട്. രാകേഷ്, നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ തന്നെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരുപാട് രാഷ്ട്രീയ സമവാക്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വികസനമൊക്കെ ചർച്ചയാകുന്നതിന് കാട്ടിലും കൂടുതൽ പ്രാധാന്യം മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ കൊടുത്തത് ഈ വർഗീയത എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ആ വർഗീയത എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്നതായിരുന്നു കൂടുതൽ ചർച്ചാ വിഷയം എന്ന് തോന്നുന്നു. ഈ ഒരു ഇലക്ഷൻ സമയത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. രാകേഷ്, ശ്രീജ പറഞ്ഞ പോലെ തന്നെ മതമാണ് ഇത്തവണയും കോഴിക്കോട്ട് വലിയ തരത്തിൽ ചർച്ചയായിട്ടുള്ളത്. മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് LDF കൺവീനറുടെ തന്നെ മണ്ഡലത്തിൽ അത്തരമൊരു ആരോപണമാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നത്. CPIMന്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു പരാതി പിന്നീട് ഫാത്തിമ തഹ്ലിക്കെതിരെയും ഉയർന്നു, CPM കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വടകര സ്ക്രീൻഷോട്ട് വിഷയം വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. കാഫിർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഇതിനെ പിൻപറ്റിയായിരുന്നു ആദ്യ ഘട്ടത്തിൽ പ്രചരണം ഉണ്ടായിരുന്നത്. എന്നാൽ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ തന്നെ യുക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പേരാമ്പ്രയിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളോടും ഒപ്പം തന്നെ മുന്നണികളോടും അത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കൊട്ടിക്കലാശം സമാധാനപരമായി അവസാനിക്കുന്ന തരത്തിലേക്ക് പേരാമ്പ്ര നിയന്ത്രണമുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതിനുശേഷം ഇപ്പോൾ നിശബ്ദ പ്രചരണമാണ് നടക്കുന്നത്. മുന്നണികളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്ക തന്നെയാണ്. കോട്ടകൊത്തളങ്ങളെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കോഴിക്കോട്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് ഈ മേഖലകളിലെല്ലാം തന്നെ. കുറ്റ്യാടി, പേരാമ്പ്ര, നാദാപുരം പോലുള്ള CPMനെ സംബന്ധിച്ച് സുരക്ഷിതമെന്ന് കരുതാവുന്ന മണ്ഡലങ്ങൾ. എന്നാൽ ആ മണ്ഡലങ്ങളിൽ ഇത്തവണ മത്സരം കടുക്കുമെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. നാദാപുരത്ത് KM അഭിജിത്ത് സ്ഥാനാർത്ഥിയായി എത്തുന്നു. തൊട്ടുപുറത്ത് കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ളയാണുള്ളത്. TP രാമകൃഷ്ണന് വലിയ ഭീഷണി തെരഞ്ഞെടുപ്പ് പ്രചരണഘട്ടത്തിൽ ഫാത്തിമ തഹ്ലിയ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ മറിച്ച് കോഴിക്കോട് നഗരത്തിലേക്ക് വരികയാണെങ്കിൽ NDAക്ക് ഉൾപ്പെടെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള പ്രചരണ രംഗത്ത് സജീവമാകുന്ന ആ കാഴ്ചയാണ് കാണാനായത്. കോഴിക്കോട് സൗത്തിൽ T റിനീഷ്, കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ മികച്ച പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണഘട്ടത്തിൽ എല്ലാം തന്നെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതേസമയം തന്നെ പിന്നീട് ബേപ്പൂരേക്ക് പോവുകയാണെങ്കിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് വേണ്ടി UDFന് കഴിഞ്ഞു. PV അൻവർ മത്സര രംഗത്തെത്തിയതോടുകൂടി മത്സരത്തിൻ്റെ ചിത്രം തന്നെ മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും വളരെ കടുത്ത മത്സരമാണ് കോഴിക്കോട് നടക്കുന്നത്. ഇതിനകത്ത് വടകര നമുക്കറിയാം, TP ചന്ദ്രശേഖരൻ വധത്തെ തുടർന്ന് പിന്നീട് അങ്ങോട്ട് CPMന് തിരിച്ചു വരാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ച് തിരിച്ചുവരവ് എന്ന് പറയുന്നത് അത് നിർണായകമാണ് വടകരയിൽ. ഇതോടൊപ്പം തന്നെ കൊയിലാണ്ടിയിൽ DCC അധ്യക്ഷനാണ് മത്സര രംഗത്തുള്ളത്. മുൻ MLA ആയിരുന്ന K ദാസനെയാണ് ഇത്തവണ മത്സര രംഗത്ത് ഇറക്കിയിട്ടുള്ളത്. CPIM പ്രഫുൽ കൃഷ്ണനാണ് കൊയിലാണ്ടിയിലെ സ്ഥാനാർത്ഥി. അങ്ങനെ വലിയ തരത്തിൽ ചില മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയുക സാധ്യമല്ല. പലരും പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം വോട്ടായി മാറുമോ എന്നറിയണമെങ്കിൽ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. പരമാവധി തങ്ങളുടെ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നിശബ്ദ പ്രചരണഘട്ടത്തിൽ എല്ലാ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി രാകേഷ്, എന്തായാലും കോഴിക്കോടും പ്രവചനാതീതമാണ്. ആലപ്പുഴയിലേക്കൊന്ന് പോകാം. രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞ ആലപ്പുഴയിൽ ഇക്കുറി പ്രവചനാതീതമായ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. അമ്പലപ്പുഴയിൽ G സുധാകരൻ എത്തിയതോടെ അത് UDF ക്യാമ്പിൽ നിലവിൽ നൽകുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല. കഴിഞ്ഞ തവണ 9 മണ്ഡലങ്ങളിൽ 8ലും വിജയിച്ച LDF ഇക്കുറി ശക്തമായ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. NDAയും ശക്തമായ പോരാട്ടം കടുപ്പിക്കുമ്പോൾ ഇക്കുറി ആലപ്പുഴ രാഷ്ട്രീയ അട്ടിമറികളുടെയും പോരാട്ടങ്ങളുടെയും വേദിയായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. വിവരങ്ങൾ നൽകാൻ ആലപ്പുഴയിൽ നിന്നും അജയ് നാഥ് ഉണ്ട്. അജയ്, നമുക്കറിയാം എല്ലാവരും ഉറ്റുനോക്കുന്നതാണ് ആലപ്പുഴ, പ്രത്യേകിച്ചും അമ്പലപ്പുഴ എന്നുള്ളതാണ്. G സുധാകരൻ്റെ UDFിലേക്കുള്ള വരവ്. ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുമുള്ള ഒരു പ്രചാരണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും G സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇങ്ങോട്ടുമുള്ള ഒരു പോർവിളിയൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെയായിരിക്കും ആലപ്പുഴ, പ്രത്യേകിച്ചും അമ്പലപ്പുഴ?
അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച ഇക്കുറി വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമ്പലപ്പുഴയിൽ അശ്വതി പറഞ്ഞതുപോലെ തന്നെ ജി സുധാകരൻ മത്സരരംഗത്തേക്ക് എത്തുന്നു. UDFിൻ്റെ പിന്തുണയോടി മത്സരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ഒപ്പം ഏറ്റവും ഒടുവിൽ കലാശക്കൊട്ട് ഉൾപ്പെടെ എടുത്തു പരിശോധിച്ചാൽ വലിയ ആത്മവിശ്വാസം UDF ക്യാമ്പിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് വലിയ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് UDF ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. തൊട്ടപ്പുറത്ത് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് H സലാമാണ്. ജില്ലയെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ ജില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDFന് വിജയിക്കാൻ സാധിച്ചത്. അപ്പോഴും ഹരിപ്പാട് ഒരു ഏകപക്ഷീയമായ വിജയമായി ഹരിപ്പാട് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഹരിപ്പാടിൽ രമേശ് ചെന്നിത്തലയാണ് അവിടെ തുടർച്ചയായി 3ാം തവണയും വിജയിച്ചെത്തുന്ന സാഹചര്യമുണ്ടായത്. 5 തവണ ഹരിപ്പാടിൽ നിന്ന് MLA ആയ ആൾ കൂടിയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ UDFിനെ സംബന്ധിച്ച് അത് UDFിൻ്റെ ഉരുക്ക് കോട്ട തന്നെയായി ഇക്കുറിയും UDF വിലയിരുത്തുന്നു. ഒപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ച 9 മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയില്ല. 9 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് LDFിൻ്റെ ക്യാമ്പിലുള്ളത്. അപ്പോഴും അമ്പലപ്പുഴ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നുള്ളതാണ്. വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ സുധാകരൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് പല ഘട്ടങ്ങളിലും തന്നെ ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ തനിക്കെതിരെ വലിയ ഗൂഢനീക്കങ്ങൾ CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. തൻ്റെ പോസ്റ്ററുകൾ നശിപ്പിക്കുന്നു, തനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിലയിലേക്ക് വലിയ പ്രസ്താവനകൾ തനിക്കെതിരെ ഉന്നയിക്കുന്നു. അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിക്കാൻ സുധാകരന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് UDF ക്യാമ്പ് വിലയിരുത്തുന്നത്. ഒപ്പം UDFിൽ ഒരു ആത്മവിശ്വാസം ഉണർത്തുന്ന മറ്റൊരു മണ്ഡലമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. കുട്ടനാട് തോമസ് ചാണ്ടിയുടെ മരണശേഷം തോമസ് കെ തോമസ് മത്സരരംഗത്തേക്ക് വരുന്നു. പക്ഷേ തോമസ് ചാണ്ടിക്ക് ഉള്ള ഒരു സ്വീകാര്യത തോമസ് കെ തോമസിന് മണ്ഡലത്തിലില്ല എന്ന് വേണം പറയാൻ. മണ്ഡലം കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ടൊരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ കുട്ടനാട്ടിലെ LDF സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ നിലവിൽ കുട്ടനാട്ടിൽ മത്സരിക്കുന്നത് റജി ചെറിയാനാണ്. അതുകൊണ്ട് തന്നെ റജി ചെറിയാൻ വലിയ ഒരു വിജയപ്രതീക്ഷയും UDF ക്യാമ്പിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കുട്ടനാടും ഒപ്പം ഹരിപ്പാടും ഉൾപ്പെടെ ഉള്ള മണ്ഡലങ്ങൾ വിജയിക്കാനാകും. അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിലും വലിയൊരു അട്ടിമറിയിലൂടെ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പിലുള്ളത്. BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് വലിയ മത്സര പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം ചെങ്ങന്നൂരാണ്. പക്ഷേ ചെങ്ങന്നൂരിൽ ഗോപകുമാറാണ് NDAയുടെ സ്ഥാനാർത്ഥിയോ. ആ ഗോപകുമാർ അത്തരത്തിലേക്ക് വലിയൊരു മത്സരം സംഘടിപ്പിക്കുമ്പോൾ പോലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം NDAക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ചെങ്ങന്നൂർ നിരവധിയായിട്ടുള്ള പഞ്ചായത്തുകൾ ഭരണം പിടിച്ചെടുക്കുന്ന ഉൾപ്പെടെയുള്ള ഒരു രീതിയിലേക്ക് NDA വളരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും സ്ഥാനാർത്ഥി കേന്ദ്രീകൃതമായ ഒരു വോട്ടിംഗ് രീതിയൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറുള്ളത്. വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വേദിയായി മാറാറില്ല. അങ്ങനെ നോക്കുമ്പോൾ സജി ചെറിയാനും മണ്ഡലത്തിലുള്ള സ്വീകാര്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതൊരു ഉരുക്ക് കോട്ടയായി തന്നെ ചെങ്ങന്നൂർ മണ്ഡലം മാറുമെന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷമുള്ളത്. സജി ചെറിയാൻ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വലിയ സ്വീകാര്യത സജി ചെറിയാൻ എന്ന നേതാവിന് ആ മണ്ഡലത്തിലുണ്ട്. എങ്കിലും വലിയ ഒരു പോരാട്ടം തന്നെ ചെങ്ങന്നൂർ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. NDAയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട സീറ്റായി മാറുന്നതും ചെങ്ങന്നൂരാണ്. മറ്റൊന്ന് ഹരിപ്പാട് മണ്ഡലമാണ്. ഹരിപ്പാട് ഞാൻ സൂചിപ്പിച്ചോളം തന്നെ രമേശ് ചെന്നിത്തലയുടെ വലിയൊരു അപ്രമാദിത്യം ഉണ്ടെങ്കിൽ പോലും സന്ദീപ് വചസ്പതിയാണ് NDAയുടെ സ്ഥാനാർത്ഥി. അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തി വലിയ റോഡ് ഷോ ഉൾപ്പെടെ നടത്തി വലിയ പ്രചാരണ പ്രവർത്തനം നടത്തിയ മണ്ഡലം കൂടിയാണ് ഹരിപ്പാട്. അതുകൊണ്ട് തന്നെ ചെറുതല്ലാത്ത രീതിയിലുള്ള വലിയ ഒരു മത്സര പോരാട്ടം ഹരിപ്പാടും NDAക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും UDFിനെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം ഇക്കുറി ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് UDF ക്യാമ്പ് വിശ്വസിക്കുന്നത്. അതിന് തുടക്കം കുറിക്കുവാൻ അമ്പലപ്പുഴയ്ക്ക് സാധിക്കും. അമ്പലപ്പുഴയിൽ വലിയൊരു അട്ടിമറി വിജയം, H സലാമിനെ പരാജയപ്പെടുത്തിക്കൊണ്ടൊരു അട്ടിമറി വിജയം സുധാകരൻ നേടുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വലിയ വിപ്ലവ പോരാട്ടം നടന്ന മണ്ണുകൂടിയാണ്, പുന്നപ്ര വയലാറിൻ്റെ മണ്ണുകൂടിയാണ്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ വോട്ടുകൾ, ബാലറ്റ് വോട്ടുകൾ അടിയൊഴുക്കില്ലാതെ സംരക്ഷിച്ചു നിർത്താൻ കഴിഞ്ഞാൽ അരുൺ അനിരുദ്ധനാണ് NDAയുടെ സ്ഥാനാർത്ഥി. ആ അരുൺ അനിരുദ്ധൻ പിടിക്കുന്ന വോട്ടുകൾ, അത് BJP വോട്ടുകൾ അരുൺ അനിരുദ്ധൻ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ, ഒരു ത്രികോണ മത്സരത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ BJP വോട്ടുകൾ BJP പെട്ടിയിൽ വീണില്ല എങ്കിൽ അത് സുധാകരന് ഗുണകരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വലിയ ത്രികോണ മത്സരം അമ്പലപ്പുഴയിൽ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അരൂർ മണ്ഡലത്തെ സംബന്ധിച്ചാണെങ്കിൽ അരൂർ LDFിന്റെ സിറ്റിംഗ് സീറ്റാണ്. വലിയ വികസന പ്രവർത്തനങ്ങൾ, പെരുമ്പളം പാലം ഉൾപ്പെടെയുള്ള വികസന. ശരി, എന്തായാലും ആലപ്പുഴയിലെ വിവരങ്ങളാണ് അജയ്നാഥ് പങ്കുവച്ചത്. നിശബ്ദ പ്രചാരണത്തിന് മണിക്കൂറിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ജനമനസ്സിൽ എന്തെന്ന് അറിയാൻ ഇനിയും വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ 8 മണിയോടുകൂടി ആരംഭിക്കും. വിവരങ്ങളാണ് മേഖലയിലെയും തെക്കൻ മേഖലയിലെയും വടക്കൻ മേഖലയിലെയും ഒക്കെ വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ.